അയ്യോ എന്റെ കോട പോയോ? നാം ഒന്ന് നമുക്കൊന്ന്. അയ്യോ മഴയും പോയി. നീ എന്താണ് രാവിലെ സ്കൂൾ ബസ്സിലില്ലാഞ്ഞേ? അതില്ലേ എന്റെ അച്ഛനും അമ്മയും കൂടി രാവിലെ ഭയങ്കര ഫൈറ്റ്. അച്ഛനൊരു പാട്ട് പാടിയേ. ആ പാട്ടിലൊരു വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ അപ്പഴില്ലേ അടുക്കളയിൽ നിന്ന് പാത്രം വീണ സൗണ്ട്. പിന്നെ അച്ഛൻ അയ്യോ അമ്മേ അങ്ങനെയും പറയുന്ന കേട്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. കണ്ടോ മേക്കപ്പ് ഒക്കെ ഞാൻ ഒറ്റയ്ക്കാ ചെയ്തേ. നല്ല ക്യൂട്ടായിണ്ട്. താങ്ക് യു. ഇതെന്താ നിന്റെ യൂണിഫോം ലൂസാ? അതെന്താണെന്നറിയോ, എൻ്റെ അമ്മ പറഞ്ഞ് LKG മുതൽ 5th വരെ ഒരേപോലത്തെ യൂണിഫോം ആയതുകൊണ്ട് ഒന്നും മതിയെന്ന്. എന്റെ അമ്മ സൂപ്പർ ആണല്ലോ. എനിക്കാണെങ്കിൽ ഹോളിഡേസിൽ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. രാവിലെ തന്നെ എണീപ്പിക്കും. അയ്യോ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടിന് അമ്മയ്ക്ക് ഇഷ്ടല്ല. അയ്യോ പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇൻസ്റ്റാൾമെന്റിൽ അച്ഛൻ കുറെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലേ? അല്ല നീ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്നറിയോ? സർപ്രൈസ് ആണ്. ആർക്കും പറഞ്ഞില്ല. ഞാൻ പറയില്ല. സർപ്രൈസ് ആണ്. സർപ്രൈസ് അല്ലേ? എൻ്റെ അടുത്ത് ഒരു മിഠായിണ്ട്. സർപ്രൈസ് ആണ്. ഞാൻ പറഞ്ഞില്ല. നിനക്കാണ്. സർപ്രൈസ് ആണ്. പറയൂല. താങ്ക് യു. അതല്ല നീ എന്തിനാ എനിക്ക് മിഠായി ഒക്കെ തരുന്നേ? അതെന്തിനാന്നറിയോ? ഇവിടെ നിന്നോട്ടെ. എനിക്ക് നിന്നോട് ലബ്ബ. അയ്യേ ഞാൻ ആ ടൈപ്പ് ഒന്നല്ല. നിനക്ക് കല്യാണം വേണ്ട? എനിക്ക് എന്റെ കരിയറാണ് വലുത്. അതാരാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പെൺകുട്ടികളുടെ കല്യാണത്തിനെ പറ്റി ചോദിക്കുമ്പോ അത് പറയണം. എനിക്ക് ഫുൾ A+ കിട്ടിയാലേ അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂ. ആണോ? ഇന്നലല്ലേ നിന്റെ അമ്മ സ്റ്റോറി ഇട്ടത് ഫുൾ A+ നല്ല കാര്യം? അത് അമ്മ അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. പക്ഷെ ഏട്ടനെ ഒരു A+ കുറഞ്ഞിട്ട് ഏട്ടന് മുട്ടുകാല് തല്ലി കൊടുത്ത് സൈഡിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് പേടിയാ. അവൻ നീ ആയിട്ട് എന്താ ബന്ധം? അവൻ എന്റെ ബെസ്റ്റിയാ. എനിക്ക് ഇഷ്ടല്ല കേട്ടോ. നീ ഭയങ്കര പോസസീവ് ആണല്ലോ. ഇത് ഭയങ്കര ടോക്സിക് ലവ് ആട്ടോ. എനിക്കും ഉണ്ട് ബെസ്റ്റ് ഒക്കെ. എന്നാ അവിടെ അതാരാ? 1B ശ്വേതാമേനോനും 1C സ്വാസിക വിജയൻ. വലിയ കാര്യമായി പോയി. എന്നാലും സാരില്ല, കല്യാണത്തിന് ഞാൻ റെഡിയാ. പക്ഷേ ഇല്ലേ നമുക്ക് ഫസ്റ്റ് സേവ് ദ ഡേറ്റ് ചെയ്യണം. അതെങ്ങനെ അറിയോ? വെള്ളത്തിൽ നിന്നിങ്ങനെ പൊക്കി എടുക്കണേ. എന്നിട്ട് അമരേന്ദ്ര ബാഹുബലി എന്ന് പറയാ. അത് നല്ല രസമുണ്ടാവും. പക്ഷെ നമ്മൾ എങ്ങനെ ഒന്ന് കല്യാണം കഴിക്കും? അതില്ലേ കാര്യണ്ട്. എന്റെ കയ്യിലില്ലേ വാട്ടർ ബോട്ടിലുണ്ട്. നിന്റെ കയ്യിലും വാട്ടർ ബോട്ടിലുണ്ട്. ഞാൻ എനിക്ക് തരൂ, നീ എനിക്ക് തരൂ. അതെന്തിനാ? അത് സദ്യ റെഡി ആയിന്ന് പറയുന്നതാ. അത് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് എത്ര കുട്ടികൾ വേണം? ഇത്ര 11 അല്ലേ? എനിക്കറിയില്ല. അത് മതി, അത്ര മതി. പിന്നെ നമുക്ക് കുട്ടികൾക്ക് പേരിടണ്ടേ? ഈസി പേര് മതി. നമ്മളെ മാമന്മാരും അമ്മായിമാരുടെ പേരൊക്കെ കണ്ടില്ലേ? എന്തൊരു ഈസിയാ. സതീഷ്, രമേശ്, അനീഷ്, സുരേഷ്, അങ്ങനെയൊക്കെ എന്തൊരു ഈസിയുള്ള പേരാ. പക്ഷെ നമ്മളെ പേര് കണ്ടില്ലേ? എന്റെ പേര് നോക്ക്, കൃതാഞ്ജലി കീർത്തിക. എന്റെ പേര് മാനസേശ്വർ മുകുന്ദ. എന്നാ പിന്നെ നമുക്ക് ഫസ്റ്റ് നെയിമിൽ വെച്ചിട്ട് പേരുണ്ടാക്കാം. മാക്രി. അയ്യേ അത് വേണ്ട, തിരിച്ചിട്ടാലോ? കൃമി. അതൊന്നും വേണ്ട. നമുക്കെന്നാ ഫസ്റ്റ് ലെറ്റർ A വെച്ചിട്ടിടാം. A വെച്ച് പേരിടാണെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കണം. പിന്നെ എല്ലാ കാര്യവും ഫസ്റ്റ് ചെയ്യണം. അതുമല്ല ടീച്ചർ എപ്പോഴും നോക്കും, കോപ്പി അടിക്കാനും പറ്റില്ല. അത് വേണ്ട. A വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ലെറ്ററിൽ ഇട്ടാലോ? W വെച്ചിട്ടാലോ? W വെച്ചിട്ട് എന്താ പേരല്ലേ? വാവ. അത് നല്ല പേരാണല്ലേ? പക്ഷെ നമുക്ക് ഈ സ്കൂളിൽ ചേർത്തണ്ട. വേണ്ട. അച്ഛനും അമ്മയും കുട്ടികളും ഒരു സ്കൂളിലായാൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ ടീച്ചേഴ്സ് അടിക്കണൊക്കെ കുട്ടികൾ കാണും. അത് വേണ്ട. പിന്നെ അയ്യോ നമ്മൾ കല്യാണം കഴിച്ചില്ലേ? നമ്മളൊരു കാര്യം മറന്നു. അയ്യോ റൗണ്ട് അടിക്കാനല്ലേ? അയ്യോ ഇത് ഒരു നിക്ക് ഫയർ ഉണ്ടാവേ. കൈ പിടിച്ചോ. ഇങ്ങനെ നടക്കാം. ആണുങ്ങളല്ലേ മുമ്പിൽ കണ്ട്? അതെന്താ അങ്ങനെ? പെണ്ണുങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റൂല. വേണ്ട. വുമൻ എംപവർമെന്റാ. അയ്യോ അതെന്താ? കാലിൽ തീ ചവിട്ടി. കോമഡിയാണ്. ഇങ്ങോട്ട് വാ. എത്ര റൗണ്ട് ആണ്? 3 റൗണ്ട്സ്. അത് 3 റൗണ്ട്സ് ഒക്കെ കറങ്ങണേ. അത് നമുക്ക് ഡിസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള സമയമാണെന്ന് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അച്ഛന്റെ ഡിസിഷൻ തെറ്റിപ്പോയി. ആണോ? നമ്മൾ ഡിസിഷൻ മാറ്റാൻ എന്താ ചെയ്യാ? നമുക്ക് തിരിഞ്ഞു നടക്കാം. നല്ലത്. മതി. നമ്മളെ കല്യാണം കഴിഞ്ഞില്ല. നമ്മളിനി ഒരിക്കലും വരില്ല. നമ്മൾ എന്നും ഒരുമിച്ചായിരിക്കും.